പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും ഇത്തവണത്തെ ഉത്സവം നമുക്ക് പൊടിക്കണം. പാലും പഴവും കൈകളിലേന്തി, പാലും. 4 കൊല്ലം രാവേട്ടം ഇല്ലാത്തോണ്ടേ ആകെ ഒരു തണുത്ത മട്ടായിരുന്നു. ഇത്തവണ എല്ലാറ്റിനും ഞാൻ തന്നെ മുമ്പിലുണ്ടാവും. മതി. എന്താ മതി. രാഘവേട്ട മുമ്പിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മറ്റൊരു കൊമ്പനാന? പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ആ സീതേന്റെ കെട്ടിയോനെ പറ്റിട്ട് എന്തെങ്കിലും അറിഞ്ഞോ മോനെ? ഒരു വിവരമില്ലമ്മ. കോട്ടപ്പുറത്തെ ഷെറീഫ് ഞാൻ എഴുതിയിട്ടുണ്ട്. ബോംബെയിൽ അവന് നല്ല പിടിപാടാ. എവിടെ ഉണ്ടല്ലോ അവൻ കണ്ടുപിടിക്കും. കുടുംബക്കാരാലോചിച്ച് നിക്കാഹ് നടത്തണമെന്ന് പറയുമ്പോ കുട്ടികൾക്ക് കളിയാ. ഓരോന്ന് വരുമ്പളേ പഠിക്കുള്ളൂ. ഈ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ? വിശപ്പില്ലമ്മ. വിശപ്പില്ലാത്തോണ്ടൊന്നല്ല, ഞാൻ വെക്കണതൊന്നും അനക്ക് പിടിക്കാത്തോണ്ടാ. വായിക്ക് രുചിയുള്ള വല്ലതും വെച്ച് വിളമ്പി തരാൻ ഒരുത്തീനെ കൊണ്ടുവരാൻ പറഞ്ഞ ഇന്ന തിന്നാൻ വരും. അതെ, ആ മാറ്റർ കൊടുത്തില്ലേ? സെക്കൻഡ് പേജിൽ തന്നെ വരണം. 2 കോളം ആയിക്കോട്ടെ. സ്റ്റിൽസ് ഒക്കെ വർഗീസ് കൊണ്ടുവരും. എഡിറ്ററോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, ശരി. വന്നാട്ടെ, അങ്ങോട്ടിരിക്കാം. ചായ എടുക്കട്ടെ? പാലും പഴവും കൈകളിലേന്തി. ആരാ? എവിടുന്നാ വരണത്? ഞങ്ങള് പത്രക്കാരാ, പട്ടണത്തിൽ നിന്ന് വരുവാ. ആരെ കാണാനാ? ചായ. ഇതിനൊക്കെ വലിയ വിലയാവില്ലേ? സൂം ലെൻസ് ഉള്ളതാ, 40,000 വില. ബോംബെ നിന്ന് വന്ന ഒരു സീത അറിയോ? അറിയോന്നോ? പിന്നെ നമ്മുടെ രാഘവേട്ടന്റെ മോളല്ലേ? കുറച്ചു മുമ്പേ കടവിലേക്ക് പോണ കണ്ടു. എന്തേ? എന്താ ഇവിടെ? ഇക്ക അന്വേഷിച്ചു വന്നതാ ഞാൻ. കുട്ടികൾക്ക് പുഴയിൽ ചുറ്റാൻ കൊതി. ശരി, പോയിക്കളയാ. ഒരുപക്ഷെ ബോംബെയിൽ എനിക്ക് നഷ്ടമായത് ഈ പുഴയും കടവും തോണിയും ഒക്കെയാണെന്ന് തോന്നിപ്പോവാ. എന്തായാലും പട്ടണത്തിന്റെ സുഖമൊന്നും ഈ കുഗ്രാമത്തിലുണ്ടാവില്ല. എനിക്ക് അവിടെയൊക്കെ വന്നൊന്ന് കാണണമെന്നുണ്ട്. വെറുതെ തോന്നുന്നേക്കാ. വലിയ വലിയ കെട്ടിടങ്ങളും റോഡുകളൊക്കെ ഉണ്ട്. ആദ്യം കാണുമ്പോ എല്ലാം ഒരു അതിശയാ. പിന്നെ പിന്നെയും മനസ്സിലാവുക നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. ഒറ്റയ്ക്കാവുമ്പോ ഇതൊക്കെ ഓർത്തിരിക്കാനാണ് എനിക്കിഷ്ടം. വന്നേ. പോവാം. മോളെ പടിയിരുന്നോ? ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. വെറുതെ താളം കൊട്ടി ഇരുന്നാ പോരാ. സീതയാ പഴയ പാട്ടൊന്ന് പാടി. വരികളൊക്കെ ഞാൻ മറന്നു. ഏയ് പാടണം, അതൊക്കെ ഓർമ്മ വരും. ഞാൻ സഹായിക്കാം. ഒന്ന് പാടമായി. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പ്. പാട്.
പോട്ടെ. ശരി. ആരാ സീത? ഞാനാ. എന്താ? ഞങ്ങൾ ജേർണലിസ്റ്റാ. സീത ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ വിശേഷിച്ച്? ഉണ്ണിയെ കുറിച്ച് സുമിത്രേ, കുട്ടികളെ ഒന്ന് വീട്ടിലാക്കിയേക്ക്. ഞാൻ പിന്നാലെ വന്നോളാം. ഞാൻ രവി. ഇത് ഫോട്ടോഗ്രാഫർ അലക്സ്. ഞങ്ങൾ മലയാള ഭൂമിന്നാ. ഉണ്ണിയെ അറിയോ? അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏയ്, എന്താ ഇതാ? നോ പ്ലീസ്. ഉണ്ണിയെ കുറിച്ചൊരു വിവരം ഞങ്ങൾ അറിഞ്ഞു. എ സാഡ് ന്യൂസ്. എന്താ? എയ്ഡ്സ് ആയിരുന്നു എന്നാ പറയണത്. മനപ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്തതാ. സീതേ, എന്തോ പന്തികളുണ്ട്. മലയാളം പത്രങ്ങളൊന്നും ഈ വാർത്ത വന്നില്ലല്ലോ. അങ്ങനെ സംഭവിക്കില്ല. എന്റെ ഉണ്ണിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരില്ല. എനിക്കും വിശ്വാസം വരുന്നില്ല. തൽക്കാലം ഈ അസുഖത്തിന് വിവരം ആരും അറിയണ്ട. Ha 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 ha.